എന്നാണോ പറയുന്നത്? ഇത് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് നടത്തിയിട്ടില്ലാണ് എന്നാ പറയുന്നത്? ഇത് അലിയാർ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണോ പുലമ്പുന്നത്? ഇത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന് പരിചയമില്ല എന്ന അബദ്ധജടിലമായ വാദമാണോ ഉന്നയിക്കുന്നത് എങ്കിൽ അത് തുറന്നു പറയണം. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഹബീബിന്റെ മദഹ് പറയാൻ നബിദിനം എന്ന് പേരിടുന്നതാണോ തെറ്റ് എങ്കിൽ അത് പറയണം. അല്ലാതെ പൊതുസമൂഹത്തിലെ നിഷ്പക്ഷമതികളായ അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള അസമ്യമായ ഭ്രമം കൊണ്ട് പുണ്യനബിയുടെ സ്നേഹ സദസ്സിന് വിശാല മനസ്കറിയോട് സ്വീകരിക്കുന്ന യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഈ സമൂഹത്തിൽ അനൈക്യത്തിന്റെ വിധവിത്ത് നടാൻ ഒരിക്കലും തന്നെ സമ്മതിക്കില്ല എന്ന് ഈ സദസ്സും വിളിച്ചോതുന്നു എന്ന് അത്തരം ആളുകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. എന്തുകൊണ്ട്? ഇത് സ്നേഹസാഗരത്തിന്റെ മുമ്പിൽ അനിയന്ത്രിതമായി ഒഴുകുന്ന വികാരപ്രകടനമാണ്. ഇതിനെ ഭാഷയുടെ പരിഹാസത്തിന്റെ കൊലജനത്തിന്റെ അട്ടുത്തുമ്പും കൊണ്ട് ബ്ലോക്ക് ചെയ്യാനും ബന്ധനത്തിലാക്കാനും വ്യാമോഹിച്ചുകൊണ്ട് ആരെങ്കിലും രംഗത്തിറങ്ങിയാൽ അവന്റെ ബലഹീനമായ വാദഗതികളെ കാലത്തിന്റെ ചവിട്ടോട്ടയിലേക്ക് മുസ്ലിം ഉമ്മത്ത് വലിച്ചെറിഞ്ഞു എന്നതിന്റെ തെളിവാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ വലിയ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആവേശപ്രകടനമെന്ന് അത്തരക്കാരൊന്ന് മനസ്സിലാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നതോടുകൂടി ഇതര 300-ന് ശേഷമാണ് മൗലിദ് നിലവിൽ വന്നത് എന്ന് പറയുന്ന ആളുകളോട് ഞാൻ പറയുന്നു, ഇതര 200-ന് ശേഷമാണല്ലോ ഇമാം ബുഖാരിയുടെ ബുഖാരി ശരീഫ് വന്നത്. ഇമാം മുസ്ലിമിന്റെ കിതാബ് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? സ്വഹാബത്ത് പഠിച്ചിട്ടുണ്ടോ? അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജിഹാദ് സിബയിൽ കണ്ട കിതാബ് സ്വഹാബത്ത് പഠിച്ചിട്ടുണ്ടോ? സലഫി സെന്റർ അന്നുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനം അന്നുണ്ടോ? സംസ്ഥാന സമ്മേളനം അന്നുണ്ടോ? മദ്രസ പ്രസ്ഥാനം അന്നുണ്ടോ? സിംപോസിയങ്ങൾ അന്നുണ്ടോ? അതൊന്നും തെളിവ് വേണ്ട. അതിനൊന്നും തന്നെ ഖുർആനിന്റെ ആയത്ത് വേണ്ട. നബിദിനം എന്ന് പേരിട്ട മഹാനരായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾക്കെതിരായ അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവദാനങ്ങൾ വാഴ്ത്തി പറയാൻ വേണ്ടി നബിദിനം എന്ന് പേരിട്ട് നടക്കുന്ന സംരംഭത്തിന് മാത്രം പരിശുദ്ധമായ ഖുർആനിൽ തെളിവും സ്വഹാബത്തിന്റെ ചര്യയും അനാവശ്യമായി ഉള്ളത് പഠിച്ച് മനസ്സിലാക്കാൻ സമയമെടുക്കാതെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ട് സാമൂഹികമായ അന്തരീക്ഷത്തെ ഭിന്നിപ്പിന്റെ മണിമസാവസ്ഥയിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരന്മാർക്കും ഇത് സാധ്യതാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇല്ല, ഈ പ്രേമവികാരത്തെ സ്നേഹവികാരത്തെ മഹബത്തിന്റെ പ്രവാഹത്തെ നിങ്ങളുടെ കൊഞ്ഞന വാക്കുകൊണ്ടോ ബലഹീനമായ പേനയുണ്ടികളുടെ വിഷമിച്ചുകൊണ്ടോ പറയാൻ കഴിയില്ല എന്നത് അടുത്ത വർഷങ്ങളിൽ ഇതിനേക്കാളും കൂടുതൽ ഭംഗിയായി നടപ്പിലാക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം കടാക്ഷിക്കുമാറാകട്ടെ എന്ന് മാത്രമേ ഈ സമയത്ത് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. വേറെ ഒന്നും ഞാനിപ്പം പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി നിങ്ങളോടാണ് ഒരു കാര്യം എന്നോടുമാണ് പറയാനുള്ളത്. ഇത് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഒരു ഭാഗമാണ്.